ഉണ്ണി വയസ്സ് 13. 12 വയസ്സ് കഴിഞ്ഞ അച്ഛൻ കോടീശ്വരൻ. വിശ്വാസമാകാം, പക്ഷേ അമിത വിശ്വാസവും അന്ധവിശ്വാസവും ആപത്താണ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ജനങ്ങളെ ഒരു കൂട്ടർ പണസമ്പാദനത്തിലുള്ള മാർഗമാക്കുകയാണ്. അവരെ തേടിയുള്ള യാത്രയിലാണ് മാതൃഭൂമി ന്യൂസ്. കൊല്ലം അഞ്ചൽ ടൗണിന് സമീപത്ത് നിന്ന് തുടങ്ങാം. രോഗശാന്തി, വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, എന്തിന് വിൽപ്പന നടക്കാത്ത സ്ഥലം വിൽക്കാനുള്ള പ്രതിവിധി വരെ ചെയ്യുന്ന ഒരു ജ്യോത്സ്യൻ. ഗ്രാമപ്രദേശത്തെ ഇടവഴികൾ കടന്ന് ഒരു വീട്ടിലേക്ക്. വീടിനോട് ചേർന്ന് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളിച്ച ആരാധനാ കേന്ദ്രം. അതിനുള്ളിലാണ് ജ്യോത്സ്യന്റെ ഇരിപ്പിടം. ഹൈന്ദവ വിശ്വാസമാണ് പിന്തുടരുന്നതെങ്കിലും ഏത് മതസ്ഥർക്കുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാം മനക്കണ്ണിൽ കാണുന്നയാളാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ജ്യോത്സ്യന്റെ വീടിന് ചുറ്റോട് ചുറ്റും ക്യാമറ കണ്ണുകൾ. പുറത്തുനിന്ന് എത്തുന്നവരെയെല്ലാം ജ്യോത്സ്യൻ അതിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ത്രികാലജ്ഞാനി തന്നെ. അങ്ങനെ ഞങ്ങളുടെ ഊഴമെത്തി. ഹാർഡ്വെയർ കടയുടെ ഉടമകളാണെന്നും കട കടുത്ത നഷ്ടത്തിലാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ജ്യോത്സ്യനോട് പറഞ്ഞു. ഏതെങ്കിലും വിധേന പ്രതിവിധി ഉണ്ടാക്കണമെന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഊരും പേരും നാളും തീയതിയും എല്ലാം ചോദിച്ചു. എന്തൊക്കെയോ പേരുകളും വിവരങ്ങളും ഞങ്ങളും പറഞ്ഞു. ചെറു ശംഖുകൾ നിലത്തേക്കെറിഞ്ഞു. പിന്നെ ധ്യാനത്തിൽ എല്ലാം വ്യക്തമെന്നതുപോലെ കണ്ണു തുറന്നു. നിങ്ങളുടെ പേരില്, ഭാര്യയുടെ പേരില്, കൊച്ചിന്റെ പേരില്, 3 പേരുടെ പേര് 4 സത്യസംഹാരാച്ചന പൂവെളുത്തുമാല, ഭഗവാന് പൂവെളുത്തുമാല. അപ്പൊ ഭഗവാന് നേരെ മുമ്പ് നന്ദി ഭഗവാൻ കാണും, നന്ദീശ്വരൻ. അപ്പൊ നന്ദീശ്വരന് പൂവെളുത്തുമാല. അത് 2 പേര് 2 മാല. 3 കോടി രൂപയുടെ കടമുണ്ടെന്ന് അറിയിച്ചു. വീണ്ടും ശംഖുകൾ നിലത്തേക്ക്. പിന്നാലെ ധ്യാനം. 12 വയസ്സ് കഴിഞ്ഞ അച്ഛൻ കോടീശ്വരൻ. അപ്പം പണക്കാരനായിട്ട് വരും, അറിയപ്പെടുന്നവർ പണക്കാരനായിട്ട് വരും. ഇപ്പം തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് വരും. അതുപോലെ എല്ലാത്തിനും നമുക്ക് മുൻഗണന കിട്ടും. ഒപ്പം ഒരു പേപ്പറിൽ അല്പം ഭസ്മമെടുത്തു. അതിൽ എന്തൊക്കെയോ കുറിച്ചു. ഇത് കൊണ്ടുപോവുക. അടുത്ത തവണ വരുമ്പോൾ നാരങ്ങയിൽ ഒരു പ്രയോഗമുണ്ട്. നാരങ്ങ സാധാരണ എത്രയും കണികളുണ്ട്, ഇത്രയും കണികളിൽ ജീവനുള്ളതായി മനുഷ്യന്റെ ജീവൻ, അതുപോലെയുള്ള ജീവനുണ്ട്. പ്രശ്നങ്ങൾക്ക് പ്രതിവിധി പൂജയാണ്. അതും ജ്യോത്സ്യൻ തന്നെ ചെയ്യും. പുറത്താരെങ്കിലും ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെ ചിലവാകും. തനിക്ക് 50,000 രൂപ തന്നാൽ നല്ല വെടിപ്പായി ചെയ്യാമെന്ന വാഗ്ദാനവും. നമുക്കൊരു ഹോമം നടത്തുകയാണെങ്കിൽ തുച്ഛമുള്ള പൈസയിലോട്ട് പൂജ ചെയ്യും. ഒരു വീട്ടിലൊക്കെ പൂജ ചെയ്താൽ എങ്ങനെ പോയാലും 40-50 രൂപയ്ക്ക് അകത്ത് നമ്മുടെ ചിലവ്. 40,000 അകത്തെ നടക്കും. ജ്യോത്സ്യൻ തന്ന ഭസ്മവും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പടിയിറങ്ങി. ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന്റെ പേരിലും ഇതുവരെ ജനിക്കാത്ത ഒരു വ്യക്തിയുടെ പേരിലുമാണ് ഈ ജ്യോത്സ്യൻ ചെയ്ത പ്രതിവിധികളെല്ലാം. അതായത് ഇത് ശുദ്ധ തട്ടിപ്പാട് എന്ന് വ്യക്തമാവുകയാണ്. മനുഷ്യന്റെ വിഷമങ്ങളെ ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുകയാണ് ഇവർ. ഇതിന് ജാതിയോ മതമോ ഒന്നുമില്ല. ക്യാമറമാൻ ഷാനോസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.